എല്ലാവർക്കും ഈ ടെക് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് പാനസോണിക്കിൻ്റെ Vl-sw251sx എന്ന് പറയുന്ന ഒരു വീഡിയോ ഡോർ ഫോണാണ്. അനലോഗ് വീഡിയോ ഡോർ ഫോണാണിത്. ഇതിലെന്തൊക്കെയാണ് വരുന്നത്, അതുപോലെ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിനകത്ത് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻസ്റ്റലേഷൻ ഗൈഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പാനസോണിക്കിൻ്റെ. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ഇൻഡോർ യൂണിറ്റാണ്. പാനസോണിക്കിൻ്റെ നമ്മുടെ ഒരു ഇൻഡോർ യൂണിറ്റ്. ഇത് ഡയറക്റ്റാണ് ഇതിൽ പവർ കൊടുക്കുന്നത്. അതിൻ്റെ പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളും പ്ലഗാണ്. ഇതാണ് ഇതിൻ്റെ ബ്രാക്കറ്റ്. ഇതാണ് നമ്മൾ വാളിൽ മൗണ്ട് ചെയ്യുക. ഈ സാധനത്തിലാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും വരുന്നത്. അത് നമുക്ക് ഇൻസ്റ്റലേഷൻ്റെ സമയത്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഇൻഡോർ യൂണിറ്റ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റ് നമ്മൾ പുറത്ത് വയ്ക്കുന്നത്. ഇത് ഫുള്ളി വാട്ടർ പ്രൂഫായിട്ടുള്ളൊരു ഡിവൈസ് അല്ല. ഇതൊരു IP65 ആണ് അവർ പറയുന്ന റേറ്റിംഗ്, വാട്ടർ പ്രൂഫിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതിലെന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ല, ക്യാമറ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഇതിനകത്ത് ബാക്കിലൊരു നോബ് കൊടുത്തിട്ടുണ്ട്. ഈ കണക്ഷൻ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ 2 വയറ് മതി. ഇതിൻ്റെ ഓഡിയോ, വീഡിയോ, അതുപോലെ തന്നെ പവർ, ഇതിനെല്ലാത്തിനും കൂടെ ഈ 2 കണക്ഷനേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം D1 D2 ഈ 2 കണക്ഷൻ മാത്രമേ ഉള്ളൂ. അതുപോലെ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ക്യാമറയുടെ ആംഗിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അതിൻ്റെ ബാക്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ് ആകും. സൈഡിലോട്ടും അതുപോലെ തന്നെ ബാക്കിലോട്ടും മുകളിലോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത്യാവശ്യം ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടക്കും. ഇതാണ് ഇതിൻ്റെ ബട്ടൺ വരുന്നത്, കോൾ ബട്ടൺ. ഇതാണ് ഇതിൻ്റെ ഇൻഡോർ യൂണിറ്റ്. പിന്നെ ഇതിൽ വരുന്നത് ഒരു റിമോട്ട് മോണിറ്റർ വരുന്നുണ്ട്. ഇത് റിമോട്ട് മോണിറ്ററാണ് ഇതിൻ്റെ തന്നെ. നമുക്ക് ഇപ്പോൾ ഒരാൾ ഔട്ട്ഡോർ യൂണിറ്റിൽ നമ്മുടെ ഇപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ബെല്ല് കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വരുന്ന പോലെ തന്നെ ഇതിനകത്ത് റിങ് ചെയ്യും. അപ്പോൾ നമുക്കിത് നമ്മുടെ ഇത് വയർലെസ് റിമോട്ട് മോണിറ്ററാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ബെഡ്റൂമിലും ഒക്കെ വയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ആ മോണിറ്ററിൽ പോയി നിന്ന് സംസാരിക്കേണ്ട കാര്യമില്ല. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്തിട്ട് സംസാരിക്കാം. അതുപോലെ തന്നെ ഗേറ്റും കാര്യങ്ങളൊക്കെ തുറന്നു കൊടുക്കാനുള്ള ഓപ്ഷൻ, അൺലോക്കിങ്ങിനുള്ള ഓപ്ഷനൊക്കെ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് വയർലെസ് ആണ്. ഇതുപോലുള്ള മൾട്ടിപ്പിളായിട്ട് ഇതുപോലെ തന്നെ 1, 2 അല്ലെങ്കിൽ 3 വരെ നമുക്ക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഈ ബോക്സിനകത്ത് ഒറ്റൊരു റിമോട്ട് മോണിറ്ററാണ് വരുന്നത്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ആ റിമോട്ട് മോണിറ്റർ ചാർജ് ചെയ്യാനുള്ള ചാർജറാണ്. അതുപോലെ അതിൻ്റെ സ്റ്റാൻഡ്, റിമോട്ട് മോണിറ്റർ നമുക്ക് ചാർജ് ചെയ്യാനുള്ള സ്റ്റാൻഡും അതുപോലെ അതിൻ്റെ ചാർജറും. അതാണ് സ്റ്റാൻഡ്. സ്റ്റാൻഡിൻ്റെ ബേസാണ് അത് ഞാൻ അറ്റാച്ച് ചെയ്തു. അത് നമ്മുടെ റിമോട്ട് മോണിറ്റർ ഇതിനകത്ത് വയ്ക്കുന്നു. അതിൻ്റെ ചാർജ്, ഈ ചാർജർ കണക്ട് ചെയ്തിട്ടാണ് ഇത് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് ഇതിനൊപ്പം വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു കവറുണ്ട്. ഇതിൻ്റെ ഈ റിമോട്ട് മോണിറ്ററിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമുക്കിത് ഇതിനകത്ത് ഈ ബാറ്ററി സംഭവം ഓണായി. അപ്പോൾ ഔട്ട് ഓഫ് റേഞ്ച് എന്നാണ് കാണിക്കുന്നത്. അത് കാരണം അത് നമ്മുടെ മെയിൻ യൂണിറ്റ് ഓണാക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അത് പാക്കേജിൻ്റെ ഒപ്പം ഉള്ളത്.
അപ്പോൾ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഔട്ട്ഡോർ യൂണിറ്റ് ഇതാണ്. അപ്പോൾ നമ്മളിത് നമ്മുടെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഇനിയിപ്പോൾ ഗേറ്റിൻ്റെ പുറത്തൊക്കെയാണ് നമ്മൾ മിക്കവാറും ചെയ്യുക. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ളൊരു പ്ലേറ്റ് ഉണ്ട്, ഇത് നമ്മൾ അഴിക്കണം. അതിന് ഇതിവിടെ ഒരു ചെറിയൊരു ലോക്കുള്ളൊരു കവറുണ്ട്. ആ ലോക്കൊന്ന് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ ജസ്റ്റ് ലൂസാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കാണാം. ലൂസാക്കിയാൽ നമുക്ക് ഈ കവർ അഴിക്കാം. ഇതാണ് നമ്മുടെ ഭിത്തിയിൽ നമ്മൾ എവിടെയാണെങ്കിലും ഇപ്പോൾ സിറ്റ് ഔട്ടിലാണെങ്കിൽ അതുപോലെ തന്നെ ഗേറ്റിൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക. അതിലേക്കാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. ഞാനിത് ഈ വയർ കണക്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് കവർ അഴിച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കണക്ഷൻസ് വരുന്നത്. ഇതിൽ D1 D2 ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഇൻഡോർ യൂണിറ്റിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ട് കാണുമായിരിക്കും. ഓക്കെ, ഇതിനകത്ത് 1, 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ് D1 D2. D1 D2 എന്ന് പറയുന്നത് ഔട്ട്ഡോർ യൂണിറ്റിൽ നമ്മൾ ഇതുപോലെ ഈ ഡിവൈസ് കണക്ട് ചെയ്യാനുള്ള വയേഴ്സാണ്. അതിന് പൊളാരിറ്റി ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും കുഴപ്പമില്ല. നോൺ പൊളാറാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. അപ്പോൾ D1 D2 അത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ വീണ്ടും ഒരു ഔട്ട്ഡോർ യൂണിറ്റ് നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാനുള്ളതാണ് D3 D4. അത് കഴിഞ്ഞ് P1 P2 എന്ന് പറഞ്ഞിട്ട് കാണാം. ഈ P1 P2 എന്ന് പറഞ്ഞാൽ PABX-ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. PABX നമ്മൾ ടെലിഫോൺ ഈ പാനസോണിക്കിൻ്റെ തന്നെ എക്സ്ചേഞ്ചുകൾ വരും, പ്രൈവറ്റ് എക്സ്ചേഞ്ച് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് P1 P2. പിന്നെ ഇതിനകത്ത് സ്വിച്ച് എന്ന് കണ്ടു കാണാം, S1 S2. S1 S2 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗേറ്റിൻ്റെ നമ്മൾ തുറക്കാൻ, ഇപ്പോൾ ഗേറ്റ് നമ്മൾ ലോക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ലോക്ക്, ഇലക്ട്രിക് ലോക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തുറക്കാൻ വേണ്ടിയിട്ട് S1 S2 കൊടുക്കാം. അതുപോലെ തന്നെ 2 ലോക്ക് നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ തന്നെ 2 ലോക്ക് കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ 2 ഔട്ട്ഡോർ യൂണിറ്റും കണക്ട് ചെയ്യാം, പിന്നെ PABX-ലോട്ടും കണക്ട് ചെയ്യാം. ഈ കണക്റ്റേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇത് സ്ക്രൂസ് ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേബിളൊന്ന് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ കണക്റ്റ് ആവുന്നതാണ്. പ്രത്യേകിച്ച് സ്ക്രൂ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് സ്ലീവ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ആ കേബിൾ ഈ ഹോളിലോട്ട് ഇറക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കണക്ട് ചെയ്യാൻ പോകുന്നത് D1 D2 ആണ് നമ്മുടെ ഈ ഔട്ട്ഡോർ യൂണിറ്റിലോട്ട്. അത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ചെറിയ നമ്മുടെ Cat 6 കേബിളിൻ്റെ ഒരു പെയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ രണ്ടും സ്ലീവ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. 2 സ്ലീവ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ D1 D2 കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഞാനിവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് താഴത്തോട്ട് ഇറക്കി കൊടുത്താൽ മതി. കേബിള് ജസ്റ്റ് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റിനെ ഈ സ്ക്രൂസ് ഒന്ന് ലൂസാക്കിയതിന് ശേഷം സ്ക്രൂസ് ലൂസാക്കിയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഈ സ്ക്രൂസ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കണക്ഷൻ വളരെ ഈസിയാണ്. അപ്പോൾ 2 കേബിൾ മതി. നമ്മളിത് കണക്ട് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഓണായിട്ടുണ്ട്, ഡിവൈസ് ഓണായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കോൾ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം ഡിവൈസ്. ഞാൻ ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കോളാവും, നമുക്ക് ടോക്ക് ചെയ്യാം, സംസാരിക്കാം. അപ്പോൾ നമുക്ക് കോൾ എടുത്തു. ഇതേപോലെ തന്നെ നമുക്കിത് ഓഫാക്കി നമുക്ക് സെയിം ഇതിനകത്തും കോൾ വരും. റിമോട്ട് മോണിറ്ററിലും ഇതുപോലെ തന്നെ കോൾ നമുക്ക് വരും. റിമോട്ട് മോണിറ്ററിൽ നമുക്കിതുപോലെ കോൾ വരും. നമുക്ക്
അതുപോലെ തന്നെ ഈ ടോക്ക് ബട്ടൺ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കിത് എടുക്കാം. അപ്പോൾ കോള് നമുക്ക് സംസാരിക്കാം. ഹൗളിങ് വരുന്നത് വളരെ ക്ലോസ് ആയിട്ട് സ്പീക്കറും മൈക്കും ഇരിക്കുന്നതുകൊണ്ടാണ്. നമുക്കിത് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ പാനസോണിക്കിൻ്റെ ഈ ഒരു ഡിവൈസിൻ്റെ ഇൻസ്റ്റലേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണം. കാരണം എന്താ വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റമാണിത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഭാഗത്തു നിന്ന് തന്നെ ഇതെടുത്ത് സംസാരിക്കണമെന്നില്ല. നമുക്കിപ്പോൾ ഒരു കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ യൂണിറ്റ് ഇരിക്കുന്ന ഇൻഡോർ യൂണിറ്റ് ഇരിക്കുന്ന ഭാഗത്ത് തന്നെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് അറ്റൻഡ് ചെയ്യണം. ഇതൊരു റിമോട്ട് മോണിറ്റർ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഗുണം നമുക്കിപ്പോൾ ഈ യൂണിറ്റ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് വരേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് മോണിറ്റർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മോണിറ്റർ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇതിൽ നമുക്ക് മോണിറ്റർ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പുറത്തുള്ളപ്പോൾ ഇതൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ ഇതിൽ കൂടെയും പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗുണമുണ്ട്. ഇത് നമുക്ക് 1, 2 അല്ലെങ്കിൽ 3 യൂണിറ്റുകൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ കഴിയും ഈ ഒരു സിസ്റ്റത്തിൽ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത്. വെറും 2 വയർ കണക്ടിവിറ്റി ആണുള്ളത്. വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റമാണ് പാനസോണിക്കിൻ്റെ ഈ പറഞ്ഞ മോഡൽ. അപ്പോൾ പാനസോണിക്കിൻ്റെ ഈ സിസ്റ്റം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീടുകളിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. വെറും 2 വയർ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.